യേശു ധാരാളം കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ ചിന്തിപ്പിച്ചതായ ഒരു സൗഖ്യം ശരീരത്തിൽ മുഴുവനായി കുഷ്ഠരോഗം ബാധിച്ച ഒരു കുഷ്ഠരോഗിക്ക് കൊടുത്ത വിടുതലിനെ കുറിച്ചാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ, യേശു യെരുശലേമിലെ പട്ടണ വീഥിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ശരീരം ആസകലം മുഴുവനായി കുഷ്ഠം നിറഞ്ഞ ഒരുവൻ യേശുവിനെ കണ്ട് അവന്റെ കാൽക്കൽ വീണു. ഇത് വെറും യേശു അല്ലെന്ന് അവന് മനസ്സിലായി. യേശുവിൽ ഒരു കർത്താവുണ്ട്. ഒരു കർത്താവെന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിതാവുണ്ട്. ആ സൃഷ്ടിതാവിൽ ഒരു അധികാരമുണ്ട്. ആ യേശുവിലെ കർത്താവിനെയും സൃഷ്ടാവിനെയും യേശുവിന്റെ വാക്കുകളുടെ അധികാരത്തെയും ആ കുഷ്ഠരോഗി തിരിച്ചറിയുകയുണ്ടായി. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ കുഷ്ഠരോഗി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് വാക്കുകൾ കൊണ്ട് കുഷ്ഠരോഗി എന്ന് പറയാം. എന്നാൽ ചിലർക്കൊക്കെ കുഷ്ഠം എന്താണെന്ന് അവർക്ക് കുഷ്ഠരോഗികളെ കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കും, കുഷ്ഠരോഗമുള്ളവരും ഉണ്ടായിരിക്കാം. എൻ്റെ യൗവനകാലത്ത് ബോംബെയിലെ കുഷ്ഠരോഗ സെന്ററിൽ ഏതാണ്ട് 3 മാസക്കാലം അവർക്ക് ചില സർവീസുകൾ ചെയ്യുവാൻ എനിക്കൊരു ജോലി കിട്ടി. കുഷ്ഠരോഗികൾക്ക് കുളിക്കാനുള്ള വെള്ളം ഒപ്പിച്ചു കൊടുക്കുക, അവർ മാറുന്നതായ വസ്ത്രം എടുത്ത് ലോണ്ടറിയിൽ ബണ്ടിലാക്കി കൊണ്ടു കൊടുക്കുക, എന്നിട്ട് തിരിച്ചു കൊണ്ടുവരിക. ഇതൊക്കെ ഒരു ജോലിയായിട്ട് ആദ്യം എനിക്ക് കിട്ടിയ ജോലി അങ്ങനെയാണ്. അങ്ങനെ ഈ കുഷ്ഠരോഗികൾ എന്താണെന്ന് എനിക്ക് അടുത്തറിയാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അനേകർക്ക് കണ്ണില്ല, ചെവിയില്ല, മൂക്കില്ല, ചിറിയില്ല, കൈകാലുകളെല്ലാം വിരലുകളെല്ലാം പൊഴിഞ്ഞു പോയിട്ടുള്ളവർ, ശരീരം ആസകല വ്രണം കൊണ്ട് നിറഞ്ഞവർ, അവരുടെ ആ ഏരിയയിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയൊരു ദുർഗന്ധമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഞാൻ അത് ഈ വാക്യം വായിച്ചപ്പോൾ ശരീരം ആസകലം കുഷ്ഠം കൊണ്ട് നിറഞ്ഞതായ ഒരു കുഷ്ഠരോഗി, അവനെ സമൂഹത്തിലെങ്ങും അടുപ്പിക്കത്തില്ല. 4 പേര് കൂടുന്നിടത്തൊന്നും അവൻ അടുത്ത് ചെല്ലുവാൻ കഴിയുകയില്ല. ഒരു പള്ളിയിൽ ചെല്ലുവാൻ കഴിയില്ല, ഒരു സദ്യക്ക് പോകാൻ കഴിയില്ല, ഒരു വിവാഹത്തിന് പോകുവാൻ കഴിയില്ല, നല്ല വസ്ത്രം ഇടുവാൻ കഴിയുകയില്ല. ശരീരത്തെല്ലാം ചോരയും പഴുപ്പുമായിട്ട് വേദനാജനകമായി കാണാൻ മാന്യതയുള്ളവരാരും അവനെ അടുപ്പിക്കത്തില്ല. അവരുടെ ഭവനത്തിൽ ഒരു കുഷ്ഠരോഗി ഉണ്ടെങ്കിൽ കുറച്ചു നാളൊക്കെ അവർ സഹിച്ചു നോക്കും. അത് കഴിഞ്ഞ് എവിടെങ്കിലും കൊണ്ട് ഒരു വണ്ടിയെ കയറ്റി എവിടുന്നെങ്കിലും കൊണ്ട് കളയും, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, ഇല്ലെങ്കിൽ അവർ സ്വയമായിട്ട് ഇറങ്ങിപ്പോകും. ഞാൻ കണ്ട കുഷ്ഠരോഗ ആശുപത്രിയിൽ, അതൊരാശുപത്രി എന്ന് പറയാൻ പറ്റില്ല, ആ കുഷ്ഠരോഗികൾ പാർക്കുന്നതായ കോളനിയിൽ അനേകം ബിസിനസ്സുകാരെ ഞാൻ കണ്ടു. അവരാരും കുഷ്ഠരോഗിയായി ജനിച്ചവരായിരുന്നില്ല. പിൽക്കാലത്ത് അവർ വലിയ ധനികരായി ജീവിക്കുന്ന കാലത്ത് അല്പാൽപമായി അവരുടെ ശരീരത്തിൽ കുഷ്ഠരോഗം കണ്ടു. കുറച്ചുനാൾ പല ചികിത്സകൾ ചെയ്ത് നിവൃത്തിയില്ലാതെ വീട് വിട്ടിറങ്ങി. ചിലരെ വീട്ടുകാർ ഉപേക്ഷിച്ചു. ആർക്കും വേണ്ടാത്തൊരു ജീവിതം, നരകതുല്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവിതത്തിലെ വേദനയും ഒറ്റപ്പെടലിനും ഒരു വലിയ ദുഃഖം തങ്ങി നിൽക്കുന്ന, തളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് കുഷ്ഠരോഗികൾ പാർക്കുന്ന സ്ഥലമാണ്. വളരെ കഠിനമാണ് ആ കാഴ്ച. ദൈവത്തിന് മഹത്വമുണ്ട്. ഇങ്ങനെ ഒരു രോഗി യേശുവിനെ കണ്ടപ്പോൾ യേശുവിലെ കർത്താവിനെ തിരിച്ചറിഞ്ഞു. ഇവൻ സാധാരണ യേശു അല്ല, ഇവനിൽ ഒരു കർത്താവുണ്ട്, ഇവനിൽ ഒരു കർത്താവിന്റെ അധികാരമുണ്ട്, ഒരു സൃഷ്ടിതാവ് ഇവനിലുണ്ട് എന്ന് ആ കുഷ്ഠരോഗി തിരിച്ചറിഞ്ഞു. യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ താൻ ഇങ്ങനെ പറയുണ്ടായി, രോഗിക്ക് മാത്രമേ വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ യഥാർത്ഥ ട്രാൻസ്ലേഷനിൽ യഥാർത്ഥമായ വൈദ്യനെ തിരിച്ചറിയുന്നത് ഒരു രോഗി മാത്രമാണ്. യെസ്, അതാണ് കറക്റ്റായിട്ടുള്ള വാക്ക്. ഇവിടെ ഇതാ ശരീരം മുഴുവനും കുഷ്ഠരോഗം കൊണ്ട് നിറഞ്ഞതായ ഒരു മനുഷ്യന്റെ മുന്നിൽ കൂടെ യേശു പർപ്പസ്ലി നടന്നു പോയതാ. ഇവൻ എന്നെ തിരിച്ചറിയാൻ കഴിയുമോ? രോഗികളും കുരുടന്മാരും ചെകിടന്മാരും ഊമന്മാരും മുടന്തന്മാരും പക്ഷപാതക്കാരും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം യേശു ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. മനുഷ്യരാൽ വിടുതൽ കൊടുക്കാൻ കഴിയാത്ത ചില സ്ഥാനങ്ങൾ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കുഷ്ഠരോഗി യേശുവിനെ കണ്ടപ്പോൾ അവന്റെ കാൽക്കൽ വീണ് അവനോട് പറയുകയാണ്, കർത്താവേ. ആ വിളിക്കുന്ന വിളി കേൾക്കുക. അവനോട് യേശു കർത്താവാണെന്ന് അവനോട് ആര് പറഞ്ഞു? അവന്റെ ഹൃദയം, അവന്റെ വേദന, അവന്റെ ഒറ്റപ്പെടൽ
സമൂഹത്തിൽ അവൻ അനുഭവിക്കുന്നതായ വലിയ വലിയ ആ തിരക്ത, ആ വേറുകൃത്യം, അവൻ കുടിക്കുന്ന കപ്പിൽ മറ്റാരും കുടിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്വന്തം വീട്ടിൽ, നമ്മുടെ വീട്ടിൽ ഒരു കുഷ്ഠരോഗി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു പാത്രം വയ്ക്കുക, സെപ്പറേറ്റ് ഒരു ചായ കുടിക്കുവാൻ ഒരു കപ്പ് വയ്ക്കുക, വെള്ളം കുടിക്കാൻ ഒരു പാത്രം വയ്ക്കുക, സഹിക്കാൻ ഒക്കാത്ത കാര്യമാണ്. നമ്മുടെ ഭാര്യയും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും നമ്മളോട് കാണിക്കുന്ന വേർകൃത്യം കണ്ട് 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 മനസ്സിൽ വേദന കടിച്ചമർത്തി ഒരു ദിവസം വീട് വിട്ടിറങ്ങിപ്പോകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ചിലരൊക്കെ യാചകരുടെ വേഷമണിഞ്ഞുകൊണ്ട് പല മുക്കിലും മൂലകളിലും ആരാധനാലയങ്ങളുടെയും ചന്തസ്ഥലങ്ങളിലുമൊക്കെ അവർ ഭിക്ഷയാചിക്കുന്ന കാണും. അവരാരും കുഷ്ഠരോഗിയായി പിറന്നവരല്ല. ആ രോഗം പിന്നീട് അവരെ ബാധിച്ചവരെ. ഇവിടെ ഇതാ ശരീരം മുഴുവനും കുഷ്ഠം ബാധിച്ച ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടപ്പോൾ യേശുവിലെ കർത്താവിനെ തിരിച്ചറിഞ്ഞു. അവനോട് പറയുകയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ആ വാക്കുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇൻപമേറിയ വാക്കുകളാണ്, പ്രവൃത്തിയുടെ വാക്കാണ്, ശക്തിയുടെ വാക്കാണ്, സൃഷ്ടിയുടെ വാക്കാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ, അപ്പോൾ കർത്താവിന് മനസ്സ് വരുത്താൻ എന്ത് ചെയ്യണം? അതൊരു വലിയൊരു കാര്യമാണ്. സൗഖ്യത്തിന് നിതാന്തമായി അല്ലെങ്കിൽ സൗഖ്യം അവലംബിക്കുന്നത് കർത്താവിൻ്റെ മനസ്സാണ്, ദൈവത്തിൻ്റെ മനസ്സ്. ദൈവത്തിൻ്റെ മനസ്സിനെ ആർക്കുണർത്താൻ കഴിയും? ഇന്ന് പകൽക്കാലം അതാണ് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കുവാനുള്ളത്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മനസ്സിനെ ഉണർത്തിക്കുവാൻ കഴിയുമോ? എങ്കിൽ വിടുതൽ, തീർച്ചയായിട്ടും കർത്താവ് വിടുതൽ തരും, സൗഖ്യം തരും, നിന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ആരും നിന്നെ സൗഖ്യമാക്കിയില്ലെങ്കിലും ആ കർത്താവിന് നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. പക്ഷെങ്കിൽ ആ കർത്താവിന് ഒരു മനസ്സ് വരുത്തണം. എങ്ങനെ മനസ്സ് വരുത്തും? ആ കുഷ്ഠരോഗി ഉപയോഗിച്ച വാക്ക് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. എനിക്ക് സൗഖ്യം തരിക എന്നല്ല അവൻ പറഞ്ഞത്, എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. അവൻ അശുദ്ധനാണെന്ന് അവനുള്ള ഒരു ബോധം, ആരുടെയും മുന്നിൽ അവന് ചെല്ലുവാൻ കഴിവില്ലാത്തൊരവസ്ഥയിലായിരിക്കും എന്നുള്ളതായ ഒരു ബോധ്യം അവൻ സ്വയം ഏറ്റെടുത്തു. മറ്റുള്ളവർ പറഞ്ഞല്ല, അവൻ സ്വയം മനസ്സിലാക്കി, ഞാൻ അശുദ്ധനാണ്. എനിക്ക് ആരുടെയും മുന്നിൽ എന്നെ ആരും വിവാഹ പാർട്ടിക്ക് വിളിക്കാത്തതിൻ്റെ കാര്യം, വീട്ടിൽ ഒരുമിച്ച് വിസിറ്റേഴ്സിൻ്റെ കൂടൊന്നും അല്ലെങ്കിൽ അതിഥികളോടൊപ്പം എനിക്ക് ഭക്ഷണം വിളമ്പാത്തതിൻ്റെ കാരണം ഞാൻ തന്നെ ഏറ്റുകൊള്ളുന്നു, ഞാൻ അശുദ്ധനാണ്. കർത്താവിനോട് പറയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് കഴിയും. അപ്പോൾ ദൈവത്താൽ കഴിയും എന്നുള്ളതായ ഒരു ഷുവറിറ്റി, ആ ഒരു നിശ്ചയദാർഢ്യമുള്ളതായ ഒരു ചിന്ത, ഒരു തീരുമാനത്തിന്റെ വാക്ക്, ഒരു അഭിപ്രായത്തിന്റെ ആ അടിസ്ഥാനം, അത് യേശു കേട്ടപ്പോൾ കർത്താവ് വഴി പോകെ അവിടെ നിന്നും കൈ നീട്ടി അവനെ സൗഖ്യമാക്കി. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, വിടുതലിന് വേണ്ടിയും സൗഖ്യത്തിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെങ്കിൽ ആ സൗഖ്യം പ്രാവർത്തികമായി വരണമെങ്കിൽ യേശുവിലെ കർത്താവിനെ നമ്മൾ തിരിച്ചറിയണം. ആ കർത്താവിലെ അധികാരത്തെ തിരിച്ചറിയണം. ആ കർത്താവിലെ പ്രവൃത്തി മണ്ഡലങ്ങളുടെ ആ ബലത്തെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി അതിനെ വിശ്വസിച്ച് നാവിനാൽ ഉച്ചരിക്കുന്നവരായി തീരണം. ആ കൂടെ യേശുവിന്റെ കൂടെ പോയവരാരും ഒരു പക്ഷെങ്കിൽ യേശുവിലെ കർത്താവിനെ തിരിച്ചറിഞ്ഞു കാണില്ല. ശിഷ്യന്മാർക്ക് പോലും അവൻ യഥാർത്ഥത്തിൽ കർത്താവാണ്, സൃഷ്ടിതാവാണ് എന്നുള്ളതായ ഒരു കാര്യം മനസ്സിലാക്കുവാൻ കുറെ നാൾ എടുത്തു. പക്ഷെങ്കിൽ യഥാർത്ഥമായി മനുഷ്യരാൽ അവഗണിക്കപ്പെട്ട് വഴിയരികിൽ ഒരു അന്യനെ പോലെ ആ സമൂഹത്തോടൊരു ബന്ധവും ജീവിതത്തിൽ ഇനി ലഭിക്കുകയില്ല, അവന്റെ സ്വന്തം ഭവനത്തിൽ പോലും കയറി ഒരല്പം വെള്ളം കുടിക്കുവാനുള്ള അധികാരമില്ലാത്ത അശുദ്ധനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യേശുവിലെ കർത്താവല്ലാതെ, അധികാരമുള്ള കർത്താവിൽ നിന്നല്ലാതെ അവന് വേറൊരു വിടുതലില്ല എന്ന് അവൻ പൂർണ്ണമായി വിശ്വസിച്ചു. ആ വിശ്വാസം അവിടെ പ്രാവർത്തികമായി ചില ക്രിയകൾ ചെയ്തു. എന്താണ് ചെയ്തെന്നറിയാമോ? അവനിലെ കുഷ്ഠരോഗം അവനെ വിട്ടുമാറി എന്ന് പറഞ്ഞാൽ അവനെ ശുദ്ധമാക്കുക അല്ലെങ്കിൽ അവനെ സൗഖ്യമാക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത് അവനിലെ കുഷ്ഠരോഗം അവനെ വിട്ടുമാറി, ഇനിയും അവനിൽ നിലനിൽക്കുവാൻ കഴിയുകയില്ല,
അവൻ യേശുവിലെ സൃഷ്ടാവിനെ കണ്ടു. യേശുവിലെ കർത്താവിനെ കണ്ടു കഴിയുന്ന ഒരു വ്യക്തിയുടെ മേൽ പിന്നീട് അശുദ്ധിക്ക് നിലനിൽപ്പില്ല. അവർക്ക് ഓടിയേ കഴിയുള്ളൂ. അതൊരു സൗഖ്യമായിരുന്നില്ല, അതൊരു വിടുതലായിരുന്നില്ല, അതൊരു ഡെലിവറൻസ് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വിടുതൽ ഒരു സാധാരണ വിടുതലല്ല, ഒരു നിത്യമായ വിടുതൽ. ആ കുഷ്ഠരോഗമാണ് തിരിച്ചറിഞ്ഞത്. ഇനിയും എനിക്ക് ഇവനിൽ നിൽക്കാൻ കഴിയുകയില്ല. കാരണം ഇവൻ യേശുവിലെ കർത്താവിനെ കണ്ടു. ദൈവത്തിങ്കിലെ പ്രവൃത്തികളെ ഇവൻ മനസ്സിലാക്കി. അവന്റെ മുൻപിൽ കമിഴ്ന്നു വീണു. ഇത് കഴിഞ്ഞാൽ പിന്നെ അശുദ്ധിക്ക് നമ്മുടെ മുൻപിൽ നിൽക്കുവാൻ കഴിയുകയില്ല. രോഗത്തിനും ബലഹീനതയ്ക്കും നമ്മുടെ മുൻപിൽ നിൽക്കുവാൻ കഴിയുകയില്ല. എല്ലാ ജീവിതത്തിന്റെ എല്ലാ പണികളിലും തിരക്തത അനുഭവിച്ച ഒരു ജീവിതത്തിന് മാത്രമേ യേശുവിലെ പ്രവൃത്തികളെ കണ്ട അവനെ കർത്താവെ എന്ന് വിളിക്കാൻ കഴിയുകയുള്ളൂ. കർത്താവ് നമുക്ക് സൗഖ്യം തരുമ്പോൾ, യേശുവിലെ കർത്താവിനെ നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതെല്ലാം ഒഴിഞ്ഞു പോകും. നമ്മളെ വിട്ടുമാറേണ്ടതെല്ലാം വിട്ടുമാറും. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായിട്ടുള്ള ഒരു വിടുതൽ, ഒരു ഡെലിവറൻസ്, ഒരു സൗഖ്യം, ചില കാര്യങ്ങൾ നമ്മളിൽ നിന്നും വിട്ടുപോകുമ്പോൾ നാം ശുദ്ധിയുള്ളവരായി തീരുന്നു. നാം മറ്റുള്ളവരാൽ മാനിക്കപ്പെടുന്നു, മറ്റുള്ളവർ ചേർത്തുകൊള്ളുന്നവരാകുന്നു. അവിടെ ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുവാൻ സാധ്യമാകുന്നു. നിന്നിലും നിന്റെ പ്രിയപ്പെട്ടവരിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം യേശുവിലെ കർത്താവിനെ, യേശുവിലെ ദൈവത്തെ, ദൈവിക ശക്തിയെ, അവന്റെ അധികാര മണ്ഡലങ്ങളെ കാണുവാൻ തക്കവണ്ണം നിന്റെ കണ്ണുകളെ ദൈവം തുറക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.